ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട്, ഏരീസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ റെസൊനേറ്റ് ആവുക. അപ്പോൾ ബുക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക. അതല്ലാണ്ട് പേഴ്സണൽ റീഡിങ്സ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ അതും നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക, ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാലും നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്യേണ്ടി വരും, അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്തായിരിക്കും, ഫ്യൂച്ചർ ഔട്ട്കം, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് പറയണമെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ഏരീസ്, എന്താണ് നിങ്ങളുടെ മെസ്സേജസിന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ഈ സമയത്ത് 4 ഓഫ് സ്വോർഡ്സ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്? കറൻറ്റ് സിറ്റുവേഷനാണ് ഹൈറോഫാണ്ട്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് പാസ്റ്റിൽ എന്താ ഉണ്ടായേ? പാസ്റ്റിൻ്റെ എനർജിയാണ് 9 ഓഫ് കപ്സ്. എന്താണ് നിങ്ങളുടെ കറൻറ്റ് ഫീലിങ്സ്? കറൻറ്റ് ഫീലിങ്സ് നിങ്ങളുടെ 6 ഓഫ് വാണ്ട്സ് ആണ്. ഈ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് 5 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ എന്താണ്? ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് ഇൻറ്റൻഷൻ ഉള്ളത്? 7 ഓഫ് സോഡ്സ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ആണ് 2 ഓഫ് വാണ്ട്സ്. എന്താണ് ഇവിടെ ഫ്യൂച്ചർ ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോണത്? 10 ഓഫ് സോഡ്സ് ആണ് ഫ്യൂച്ചർ ആക്ഷൻ. നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ആണ് ഇവിടെ 9 ഓഫ് സോഡ്സ്. ഔട്ട്കം. അപ്പോൾ ഏരീസ്, ഇവിടെ ഞാൻ കാണുന്നത് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മാരിഡ് ആണ്, കുട്ടികളുണ്ട്. അതല്ല വെച്ചാൽ ഇത് കുറേ ഒരു നെർച്ചറിങ് എനർജിയാണ്, കുറേ ലവിങ് എനർജിയാണ്, കുറേ സ്റ്റെബിലിറ്റിയുടെ എനർജിയാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ഇങ്ങനത്തെ ഒരു എനർജിയിലാണ്. വീട്ടിൻ്റെ കാര്യങ്ങളും ജോലി കാര്യങ്ങളെല്ലാം നിങ്ങൾ ബാലൻസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകണു. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ജസ്റ്റിസ് എനർജി. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ എന്തോ മാരേജിൻ്റെ എനർജി കാണാണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മാരീഡാണ്. പക്ഷേ ഇതിൽ ഈ സിറ്റുവേഷനിൽ ഒരു വലിയ ടേർണിംഗ് പോയിൻ്റ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം ഞാൻ കാണുന്നുണ്ട് ഈ മാസം. എന്തോ ഒരു ജഡ്ജ്മെൻറ്റ് ആണ് നിങ്ങൾ എടുക്കാൻ പോണത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഓൾറെഡി ഡിവോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട് വെച്ചാൽ അതിൻ്റെ ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് ഈ മാസമായിരിക്കും വരുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് കോർട്ടിൽ ഒരു ആപ്ലിക്കേഷൻ ഇടാനുള്ള ഡിസിഷൻ എടുക്കുന്നുണ്ടാവും. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി 4 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഇവിടെ ഞാനൊരു സെപ്പറേഷനാണ് കാണുന്നത്. ഓക്കെ, ഈ പേഴ്സൺ ആൻഡ് നിങ്ങളുടെ ഇടയ്ക്ക് എന്തോ ഒരു സെപ്പറേഷൻ ഉണ്ട്. ഹീലിംഗ് എനർജി കാണുന്നുണ്ട് ഈ പേഴ്സൻ്റെ എനർജിയിൽ. ഹാങ്ഡ് മാൻ, ഇവിടെ ഒരു പോസ് ഉണ്ട്. പറഞ്ഞാൽ ഈ സിറ്റുവേഷനിൽ ഒന്നും ഇപ്പോൾ മുമ്പോട്ട് പോകുന്നില്ല അവർക്ക്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ലവ് ഉണ്ട്. അവർ ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഒരു ലവിങ് എനർജിയാണ് വെക്കണത്. കറൻറ്റ് സിറ്റുവേഷൻ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഹൈറോഫാണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഫാമിലി ഇൻവോൾവ് ആണ്, മാരേജ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മാരീഡ് ആയിരിക്കാം, അതിൽ വെച്ചാൽ കല്യാണം കഴിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ചീറ്റിങ്ങിൻ്റെ എനർജി ഉണ്ട്. ഈ സിറ്റുവേഷനിൽ ഏതോ ഒരു പേഴ്സൺ ഇവിടെ ഒരു ചീറ്റിംഗ് എനർജി ഉണ്ട്, ഫ്ലേർട്ടിങ് എനർജി ഉണ്ട്, വേറെ ആൾക്കാരുടെ കൂടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജി ഉണ്ട്. കിങ് ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇവിടെ കുറേ പാഷൻ്റെ എനർജി ഉണ്ട്. പക്ഷേ എന്തോ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഈ തേർഡ് പാർട്ടി ഒരു പെർമനൻറ്റ് തേർഡ് പാർട്ടി ആയിരിക്കില്ല, പക്ഷേ എന്തോ ഇവിടെ ഒരു പ്ലെയർ എനർജിയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ പാസ്റ്റിൽ എന്താ ഉണ്ടായി വെച്ചാൽ 9 ഓഫ് കപ്സ് ആണ്. പാസ്റ്റിൽ ഞാനൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് കാണുന്നത്. എന്താണ് ഈ 9 ഓഫ് കപ്സ്?
Queen of Cups and Knight of Swords. എന്താണ് ഈ 10 of Cups? അപ്പോൾ പാസ്റ്റിൽ ഞാൻ അങ്ങനെ ഒരു പ്രശ്നമൊന്നും കാണില്ല. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് നല്ലൊരു ഹാപ്പി ഫാമിലി ആയിരുന്നു നിങ്ങൾ. പക്ഷെ ചില കാര്യങ്ങൾ, ചില സിറ്റുവേഷൻസ് മാറാൻ തുടങ്ങി. ഇവിടെ കുറേ ട്രാവൽഡ് എനർജി ഉണ്ട്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സൺ കുറേ ട്രാവൽ ചെയ്യായിരുന്നു. പക്ഷേ ഇതൊരു പൊതുവെ ഒരു നല്ല ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ കറണ്ട് എനർജിയിൽ എന്തോ ഒരു ചീറ്റിങ്ങിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 6 of Wands ആണ്. നിങ്ങൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ പേഴ്സണിൻ്റെ കുറേ വേറെ അഫെയർസ് ഉണ്ട്. എന്താ വെച്ചാൽ ഈ പേഴ്സൺ കുറേ പോപ്പുലർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പേടി, അത് ഈ പേഴ്സണിൻ്റെ ലൈഫിൽ വേറെ ആരും ഉണ്ടോ എന്ന്. ഡെവിൽ എനർജി, ടോക്സിക് എനർജിയാണ് ഇത്. എംപ്രസ് എനർജി നിങ്ങളുടെ എനർജി ആവാം. അതല്ല വെച്ചാൽ നിങ്ങളൊരു മാരീഡ് പേഴ്സണിൻ്റെ കൂടെ ആണ് ഇൻവോൾവ് ആണെന്ന് വെച്ചാൽ അതും ആവാം. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം ആൻഡ് ഇവിടെ നിങ്ങളായിരിക്കാം തേർഡ് പാർട്ടി, അങ്ങനെയും ആവാം. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ വൈഫോ ഹസ്ബൻഡ് ഇവിടെ കാണാണ്ട് ഒരു മാരീഡ് പേഴ്സൻ്റെ എനർജി ഉണ്ട് ഇവിടെ. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 5 of Cups ആണ്. അപ്പോൾ അവർക്ക് എന്തോ അവർ ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് അവർക്ക് കുറേ റിഗ്രറ്റ് ഉണ്ട്, കുറേ ഗിൽട്ട് ഉണ്ട്. 5 of Cups എന്താണ് ഇവിടെ? അപ്പോൾ അവർക്ക് എന്തോ ഒരു ബാഗേജ് ഉണ്ട്, അവർ ക്യാരി ചെയ്യണോ, എന്തോ ഒരു ഗിൽട്ട് ഉണ്ട് അവരുടെ മനസ്സിൽ. അതൊക്കെ അവർ ചിലപ്പോൾ നിങ്ങളോട് തുറന്ന് പറയും, കൺഫെസ് ചെയ്യും. ഇവിടെ എന്തോ ഒരു ബ്രേക്ക് ത്രൂ എനർജി കാണാണ്ട്, ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജി ഉണ്ട്. പക്ഷേ ക്ലാരിറ്റി, കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയും ഉണ്ട്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ 7 of Swords ആണ്. അപ്പം നിങ്ങൾക്ക് എവിടെയോ ഇവിടെ ഒരു സെൽഫ് സാബോട്ടാജിങ് എനർജി ഉണ്ട് നിങ്ങളുടെ ഭാഗത്തിന്. നിങ്ങൾക്ക് റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇല്ല വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ ഫൊർഗീവ് ചെയ്യാൻ റെഡി ആയിരിക്കും. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് എന്തോ ഒരു സിറ്റുവേഷനിൽ അത് ഒരു പറഞ്ഞാൽ നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചൊരു വിഷമമുണ്ട്. അത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, ഈ പേഴ്സണിനെ ചീറ്റ് ചെയ്തു. അതല്ല വെച്ചാൽ നിങ്ങളൊരു തേർഡ് പാർട്ടിയിലാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് വർക്കൗട്ട് ആവും. പക്ഷേ അത് അല്ല റിയാലിറ്റി. ഇവിടെ റിയാലിറ്റി എന്താ വെച്ചാൽ ഈ പേഴ്സൺ ഓൾറെഡി വേറെ പേഴ്സണിൻ്റെ കൂടെയാണ്. അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറേ ഒരു വിഷമമുണ്ട്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ നിങ്ങൾ ഒരു ഓഫറാണ് അവർക്ക് കൊടുക്കാനുള്ള പ്ലാൻ ഉള്ളത്. പക്ഷേ അതെന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഷോക്കായിപ്പോയി പറഞ്ഞാൽ നിങ്ങൾക്കത് ആ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഓൾറെഡി ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് മുമ്പത്തെ മാതിരി ഒരു സ്നേഹവും ഇല്ല. എന്താ വെച്ചാൽ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കുറച്ചൊരു എന്താ പറയുക, ഞാൻ പറഞ്ഞ മാതിരി ഒരു ഷോക്കിലാണ് നിങ്ങൾ. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷനിൽ 2 of Wands ആണ്. അവർ ആക്ച്വലി വെയിറ്റ് ചെയ്യണു നിങ്ങളുടെ തീരുമാനത്തിന് വേണ്ടിയിട്ടായിരിക്കാം. അതല്ല വെച്ചാൽ അവരും പ്ലാൻ ചെയ്യുന്നുണ്ട് ഫ്യൂച്ചർ എന്താ വേണ്ടേ. ഷുവർ അല്ല, അവർക്ക് മനസ്സിലൊരു ഡൗട്ടുണ്ട്, എന്താ വേണ്ട അറിയില്ല. അവർക്ക് പേടിയുണ്ട് നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്യുമെന്ന്. അപ്പോൾ ഇവിടെ ഫൈനലി ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോണത് 10 of Swords ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും ഒരു സ്ട്രെങ്ത് ഇല്ല. ഇപ്പോൾ ഉള്ളിൽ മനസ്സിൽ തന്നെ നിങ്ങളിപ്പോൾ ഗിവ് അപ്പ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ ആ ശക്തിയില്ല ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഒരു എൻഡിങ് ആണ് ഞാൻ കാണുന്നത്. ഒരു ബിട്രയൽഡ് എനർജി ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ ലൈഫിനെ ആദ്യം ഒരു പുതിയ തരത്തിൽ സ്റ്റാർട്ട് ചെയ്യാനാണ് നോക്കണത്. പക്ഷേ ഇവിടെ കുറേ നെഗറ്റീവ് എനർജീസ് ഉണ്ട്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറേ ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ആ ദേഷ്യമുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. മനസ്സിൽ കുറേ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ട്. ഇവരിങ്ങനെ ചെയ്തു എന്ന് അങ്ങനത്തെ ആ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ട്. ഈ പേഴ്സൻ്റെ ആക്ഷനിൽ 9 of Swords. അവർ കുറേ സ്ട്രെസ്ഡാണ്, ടെൻഷൻ ഉണ്ട്. പക്ഷേ ഈ സിറ്റുവേഷനിൽ എല്ലാം ശരിയാവും എന്നാണ് അവർ ഹോപ്പ് ചെയ്യണത്. അവർ ഇവിടെ ബാലൻസ് ചെയ്യാനാണ് നോക്കണത് എല്ലാം കാര്യങ്ങൾ. നിങ്ങളെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട്, ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ വേണ്ട വെച്ചാൽ അവരത് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവിടെ നിങ്ങൾ ഈ സിറ്റുവേഷനെ എൻഡ് ചെയ്യാനാണ് പോണത്. നിങ്ങൾ ടോട്ടലി ബിട്രേഡായി ഫീൽ ചെയ്യണു. അപ്പോൾ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. ഈ സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് എന്തോ ഒരു സ്റ്റാഗ്നേഷനാണ്. 3 of Pentacles.
8 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഈ പേഴ്സണിൻ്റെ കൂടെ നിങ്ങൾക്ക് റീകൺസൈൽ ചെയ്യണം എന്നുണ്ട്, പക്ഷേ അത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ പേഴ്സൺ ചെയ്തത് അത് മറക്കാൻ പറ്റില്ല. 3 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ തേർഡ് പാർട്ടി ഉണ്ട്. ഇത് അവരുടെ വർക്കിൻ്റെ കണക്ഷനിലായിരിക്കും. അതല്ല വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ ഒരു ഓഫീസിൽ സെയിം ഓഫീസിലായിരിക്കും നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടാവുക. പക്ഷെ എന്തായാലും നമ്മൾക്ക് ഇവിടെ എന്താണ് ഓറക്കിൾ മെസ്സേജസ് പറയണമെന്ന് നോക്കാം. എരീസ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് സൈൻസ് സ്കോർപ്പിയോ ഉണ്ട്, പൈസീസ് ഉണ്ട്, ടോറസ് വെർഗോ കാപ്രിക്കോൺ ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട്. ഇവിടെ വന്ന് ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ, ഓണസ്റ്റ്ലി ഡിസ്കസ് യുവർ ഫീലിങ്സ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാളും കാര്യങ്ങൾ തുറന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അതും ഉണ്ടാവും ഈ മാസം. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ കാണുന്നത് ഇവിടെ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ക്ലാരിറ്റി വേണം വെച്ചാൽ ഒരു പേഴ്സണൽ റീഡിംഗ് ആയിരിക്കും ബെസ്റ്റ്. എന്താ വെച്ചാൽ ഇത് എല്ലാവർക്കും ഉണ്ടാവുന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല. ഓക്കെ, എല്ലാവരുടെയും ലൈഫിൽ ഈ സിറ്റുവേഷൻ ഉണ്ടാവും എന്ന് ഒട്ടും അങ്ങനെ അല്ല ടാരോ പറയണത്. ഇത് ആരുടെ എനർജി ഞാൻ ടാപ്പ് ചെയ്തെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് വെച്ചാൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യാം. എന്താ വെച്ചാൽ അതിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.